നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്ന് കാണിച്ചു തരുന്നത് ഒരു ബോൺസായി ആണ് കേട്ടോ. പേരാൽ ബോൺസായി ആണ്. അരിയാല്, പേരാല് പല ചെടികളുണ്ട്. അതിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊരു പനയുടെ മേലെന്ന് പനയുടെ മേലെ തൂങ്ങി നിൽക്കുന്ന ഒരു പേരാലിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് എടുത്തു കൊടുന്ന്, വേരും രണ്ട് തലപ്പും കൂടിയായിട്ടുള്ളൊരു പാർട്ട് എടുത്തു കൊടുന്ന് ഒരു സ്റ്റോണിൽ പിടിപ്പിച്ചതാണ്. ആ ബോൺസായി പോട്ടിൽ വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 6 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചെടിയാണ് കേട്ടോ. ബോൺസായി രൂപമായി. ഞാനത് ട്രെയിൻ ചെയ്തതാണ്. കമ്പിയൊക്കെ കെട്ടി ഇത് വളച്ചിട്ട്, പിന്നെ അത് അതിൻ്റെ രീതിയൊക്കെ എങ്ങനെയാണ് കുഴിച്ചിടുക എന്നൊക്കെ വിശദമായിട്ട് പിന്നീട് നമുക്ക് പറയാം. ആദ്യത്തിൽ നല്ല വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികൾ വേറെയാണ്. അത് കഴിഞ്ഞ് ട്രെയിനിങ് കൊടുക്കും. അതിൻ്റെ സ്റ്റെമ്മൊക്കെ വലിച്ച് പല ഭാഗത്തേക്കായി കെട്ടി അങ്ങനെ വന്നിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതൊരു കല്ലിൻ്റെ മേലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം അത് പനയുടെ മേലെ നിന്നിട്ട് തന്നെ ചിലപ്പോൾ ചെറിയ ചെടിയാണെങ്കിലും വർഷങ്ങളായിട്ടുണ്ടാവും. ഞാൻ എടുത്ത് വെച്ചിട്ട് തന്നെ 6 വർഷം 7 വർഷം ആവാറായി. അപ്പം ഇത് ഇനി അടുത്തൊരു പോട്ടിലേക്ക് മാറ്റണോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരാളെന്നോട് ഇവിടെ കണ്ടപ്പോൾ ചോദിച്ചത്. ഇത് മാറ്റണ്ട, ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ വേര് പുറത്തേക്ക് വരികയാണെങ്കിൽ അത് ഒന്ന് ട്രിം ചെയ്ത് കളയുക എന്നാണ്. അതിനൊക്കെ ഓരോ രീതി ഉണ്ട് കേട്ടോ. അത് നമ്മൾ പിന്നെ അടീനിയം പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് ട്രിം ചെയ്യുക, ഒറ്റ ദിവസം കൊണ്ട് പ്രൂൺ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ വേര് കട്ട് ചെയ്യുക എന്നൊന്നും ചെയ്യാൻ നിൽക്കരുത്. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരാഴ്ച മുന്നേ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ വേറെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ വേറെ ഉണ്ട്. ഇതെല്ലാം കൃത്യമായി ചെയ്താൽ നമുക്ക് നല്ലൊരു ബോൺസായി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബോൺസായി ട്രെയിനിങ് ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബോൺസായി ഇങ്ങനത്തെ ഇപ്പോൾ അധികം നമുക്ക് ഇവിടുന്ന് നഴ്സറികളിലേക്ക് പോകുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് 10 50 അല്ലെങ്കിൽ 100 ബോൺസായി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് കൂടുതലും അരയാലും പേരാലും. ഇപ്പോൾ വന്നിട്ടുള്ളത് കൃഷ്ണനാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതിൻ്റെ ഇല ഇങ്ങനെ കൂട് പോലെ ആയിരിക്കുന്ന തരം, അതും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബോൺസായി ആൽ വെറൈറ്റീൻ്റെ കുറേ ബോൺസായികൾ നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്കിവിടെ സ്റ്റോക്ക് നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ആ ഒരു പാർട്ടി ഒരു എക്സിബിഷന് വേണ്ടിയിട്ടോ ഒരു ഡെക്കറേഷൻ വർക്കിന് വേണ്ടിയിട്ടോ ഒരു 10 ചെടി പല തരം സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള നഴ്സറിയിലുള്ള ചെടികളിൽ നിന്നും പ്രായമുള്ള ചെടികൾ എടുത്ത് ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തെ ട്രെയിനിങ് കൊടുത്തിട്ട് അതിന് ബോൺസായി സ്റ്റൈലിലേക്ക് ആക്കി വെച്ച് അവർക്ക് കൊടുക്കും. പിന്നെ അവരത് ഒരേ ചട്ടിയിൽ റിപ്പോർട്ടും ചെയ്യാറുണ്ട്. പരന്ന ഈ ചട്ടിയിൽ ഇങ്ങനെ ആഴം കുറഞ്ഞ ചട്ടിയിൽ തന്നെ വളർത്തി പിന്നെ അത് ഫുൾ ബോൺസായി ആയി മാറും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബോൺസായി ആക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ക്ലാസ്സിൽ വിശദമായി പറയും.